ഹലോ, വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കുറേ ടെൻസുകളൊക്കെ ഉണ്ട്, എന്ത് പഠിക്കണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒരു 5 ടെൻസ് വൃത്തിക്കങ്ങ് പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് ചകാന്ന് സംസാരിക്കാം. അപ്പോൾ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ 5 ടെൻസുകൾ നമുക്ക് പഠിക്കാം. ആദ്യത്തത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇതെന്തിനാ ഉപയോഗിക്കാന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ രാവിലെ എണീക്കാറുണ്ട്, പല്ലേക്കാറുണ്ട്, പിന്നെ പല്ലേക്കാറുണ്ട് കേട്ടോ, പിന്നെ കുളിക്കാറുണ്ട്, എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ദിവസം ചെയ്യുന്ന ഓരോ കാര്യങ്ങളില്ലേ, ഹാബിറ്റ്സ് അല്ലെങ്കിൽ റുട്ടീൻസ് അല്ലേ, ചര്യകൾ അങ്ങനല്ലേ പറയാം, റുട്ടീൻസ്. അല്ലെങ്കിൽ എപ്പോഴും സത്യമായ കാര്യങ്ങൾ, ലൈക്ക് ഇങ്ങനെ സൂര്യൻ കിഴക്കുദിക്കുന്നു അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻ്റ് ആണ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യാറ്. എങ്ങനെ പറയാ? ഐ വർക്ക് ഫ്രം ഹോം. കേട്ടോ, ഐ വർക്ക് ഫ്രം ഹോം. അപ്പോൾ ആ ടെൻസ് കണ്ടോ എങ്ങനെയാണെന്ന്? സബ്ജക്റ്റ്, വേർബ്, പിന്നെ ബാക്കി ഡീറ്റെയിൽസ്. വേർബ് എന്ന് വെച്ചാൽ പ്രവൃത്തി. ഇപ്പം വർക്ക് അല്ലേ ഇവിടുത്തെ പ്രവൃത്തി. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, സബ്ജക്റ്റ് ഐ, യു, ദേ, വി ആണെങ്കിൽ വേർബ് നമ്മൾ ബേസ് ഫോമിലിടുക. സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, നമ്മൾ രണ്ടുപേരും അല്ലാത്ത വേറെ ഒരാളെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വേർബ് ആ സിംഗിളാണ് ആ മനുഷ്യനെന്ന് കാണിക്കാൻ വേണ്ടി എസ് ഇടണം. ഷീ വർക്ക്സ് ഫ്രം ഹോം. അവൾക്ക് കോഫി ഇഷ്ടമാണ്, അതൊരു സത്യമാണ്. എല്ലാപ്പോഴും അവൾക്ക് കോഫി ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു സത്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയാം, അവൾക്ക് ഇഷ്ടമാണ്, അവൾക്ക് അത് അറിയാം, ഇങ്ങനത്തെ ജനറൽ കാര്യങ്ങൾ. എങ്ങനെ പറയാം? അവൾക്ക് ഇഷ്ടമാണ് കോഫി. ഷീ, ഇഷ്ടം എന്ന് വെച്ചാൽ ലൈക്ക്. ഷീ ലൈക്സ് കോഫി. ഇനി വേറൊരു പ്രപഞ്ച സത്യം ഞാൻ നോക്കട്ടെ. സൂര്യൻ അസ്തമിക്കുന്ന എവിടെയാ? പടിഞ്ഞാറ്. പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ വെസ്റ്റ്. അസ്തമിക്കുക സെറ്റ്. അപ്പോൾ ദ സൺ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ ദ സൺ എന്ന് പറയണം. ദ അങ്ങനെ ചേർക്കണം, നമ്മൾ ദ ചേർക്കണം. സൺ സെറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. ദ സൺ സെറ്റ്സ് എവിടെയാ? ഇൻ ദ വെസ്റ്റ്. ഓക്കെ. അപ്പോൾ ജനറലി നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ, ചര്യകൾ ഇങ്ങനെയാണ് അവൾ ചെയ്യാറ്, എപ്പോഴാണ് പോവാറ്, അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് വെച്ചാൽ പറയാം. സ്ട്രക്ചർ ഒന്നുകൂടെ പറയാം. സബ്ജക്റ്റ് ബേസ് ഫോമാണ് വേർബിൻ്റെ വരിക. എക്സെപ്റ്റ് ഏതൊക്കെ കേസിലാണ് എസ് ചേർക്കുക? ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ആ അവൻ്റെ അവളുടെ പേര്. ഒരാൾ കേട്ടോ, കുറേ ആൾക്കാർ ഹി ആൻഡ് ഷീ എന്ന് പറയുമ്പോൾ നമ്മൾ എസ് ചേർക്കേണ്ട കാര്യമില്ല. ഒരാൾ, സബ്ജക്റ്റ് ഒരാളേ ഉള്ളെങ്കിൽ അപ്പോൾ വേർബിന് കൂടെ നമ്മൾ എസ് ചേർക്കണം. അപ്പോൾ ഐ ഒരാളല്ലേ, ഞാനും നിങ്ങളും അല്ലാത്ത ഒരാൾ, അപ്പോൾ ഐയും യുവിൻ്റെ കൂടെ ഒന്നും എസ് ചേർക്കണ്ട. വേറെ സിംഗിളായ വേറൊരാളുണ്ടെങ്കിൽ അതൊരു പട്ടിക്കുട്ടിയാണെങ്കിലും എസ് ചേർക്കണം. ഇതിലെ കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഹീ ഗോ ടു സ്കൂൾ എന്ന് പറയും. അതെങ്ങനെ പറയാം? ഹീ ഗോസ് ടു സ്കൂൾ. ഇത് മറന്നു പോവും എസ് ചേർക്കണത്. പിന്നെ വിചാരിക്കും നമ്മൾ എപ്പോഴും എസ് ചേർക്കണം എന്ന്. ആ ചോദ്യം ചോദിക്കുമ്പോൾ എസ് ചേർക്കണ്ട. അപ്പോൾ ചോദ്യം എങ്ങനെയാണ് ചോദിക്കാന്ന് വെച്ചാൽ, അവൻ സ്കൂളിൽ പോകാറുണ്ടോ? ഡസ് ഹി ഗോ ടു സ്കൂൾ. അവിടെ ഡസ് വന്നാൽ പിന്നെ ഗോനെ ഗോസ് ആക്കണ്ട. സബ്ജക്റ്റ് ഹി ആണെങ്കിലും നമ്മൾ വേർബിനെ മാറ്റണ്ട. ഡസ് ഹി ഗോ ടു സ്കൂൾ, ഡു വി ഗോ ടു സ്കൂൾ, അങ്ങനെ. അതല്ലെങ്കിൽ പോവാറില്ല എന്ന് പറയാനും ഹി ഡസൻറ്റ് ഗോ ടു സ്കൂൾ. അപ്പോൾ ഡസ് വന്നില്ലേ, അപ്പം നമ്മൾ വേർബിനെ മാറ്റണ്ട. അത് ശ്രദ്ധിച്ചാൽ മതി. നീ എന്താ എല്ലാ ദിവസം ചെയ്യാറ്? എങ്ങനെ പറയും? ചോദ്യമാണ്. എന്താന്ന് പറയാൻ വാട്ട് ഡു യു ഡു. നമ്മൾ ഐ, യു, ദേവിയുടെ കൂടെ ഡസ് അല്ല ഡൂ ആ ചേർക്കുക. എസ് ഉള്ള ഫോം വേണ്ടല്ലോ അവിടെ, അപ്പോൾ ഡൂ ആണ് ചേർക്കുക. ഡൂവിൻ്റെ കൂടെ എസ് ഇട്ടാകുമ്പോഴാണ് ഡസ് എന്ന് വരിക. മനസ്സിലായോ? ഐ, യു, ദേവി എൻ്റെ കൂടെ ഡൂ മതി. അപ്പോൾ വാട്ട് ഡു യു ഡു എവറി ഡേ. എവിടെയാണ് നീ താമസിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റുള്ള കാര്യങ്ങളാണ്. വേർ ഡു യു ലിവ്. വേർ എന്നുവെച്ചാൽ എവിടെ. വേർ ഡു യു ലിവ്. നിൻ്റെ കൂട്ടുകാർക്ക് എന്താ ഇഷ്ടം? അല്ലെങ്കിൽ കൂട്ടുകാരി ഉണ്ട് ഒരാൾ, ഫ്രണ്ട്. ആ ഫ്രണ്ടിന് എന്താ ഇഷ്ടം? എങ്ങനെ പറയാ? എന്താ? വാട്ട്. ആർക്കാണ്? നിന്റെ കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ കൂട്ടുകാരന്, ഫ്രണ്ടിന്. അത് എത്ര പേരുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഡസ് യുവർ ഫ്രണ്ട് ലൈക്ക്. എന്നാൽ ഒരു സെൻറ്റൻസ്, നിങ്ങളുടെ എന്തെങ്കിലും ഡെയിലി റുട്ടീനിൽ എന്തെങ്കിലും ഒരു കാര്യം സിമ്പിൾ പ്രസൻറ്റിൽ എഴുതിയിടുവോ? അപ്പോൾ ഐ ഡാഷ് എന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങാം. ഐ സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ വേർബ്, എന്താ പ്രവൃത്തി ചെയ്യണേ അത് വെച്ചിട്ട് ഉണ്ടാക്കുമോ? അടുത്ത ടെൻസ് നമുക്ക് പഠിക്കേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കാന്ന് വെച്ചാൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കോ ആയിട്ടാണ് ഉപയോഗിക്കുക. ഈ 2 കേസിനും ഇതേ നമ്മൾ ടെൻസ് ഉപയോഗിക്കും. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം എങ്ങനെ പറയാ? ഐ ആം വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക. ഐ ആം ഡൂയിങ് ഇറ്റ് അല്ലേ. ഐ ആം വാച്ചിങ് ദിസ് വീഡിയോ. അവിടെ
ഐ ആം അല്ലെ, ഐ ആം അത് ഒരുമിച്ച് വരണം. ഐ ആം വാച്ചിങ് ദിസ് വീഡിയോ. ഐ ആമിനെ ചുരുക്കിയിട്ട് ഐ എം എന്ന് പറയും. ഐ എം വാച്ചിങ് ദിസ് വീഡിയോ. അവളാണെങ്കിലോ, അവൾ ഒരാളല്ലേ, അപ്പൊ എസ് ഉള്ളൊരു ഫോം ഉപയോഗിക്കാം, എസ് ഉപയോഗിക്കാം. ഷീ ഇസ്, അപ്പൊ അതിന് ചുരുക്കിയിട്ട് ഷീസ് അങ്ങനെ പറയാം. അവൾ പഠിച്ചുകൊണ്ടിരിക്കുക എക്സാമിന്. ഷീ സ്റ്റഡിങ് ഫോർ ഹെർ എക്സാം. ഇപ്പൊ അവൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഷീ സ്റ്റഡിങ് ഫോർ ഹെർ എക്സാം. അവർ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ പറയാ? അവര്, അതിൻ്റെ കൂടെ എന്താ പറയുക? എസ് അല്ല, കുറേ പേരില്ലേ, ഐ യു ദേ വി, ഇതിലൊക്കെ എസ് ചേർക്കണ ഫോം അല്ല. ഐക്ക് ആം, പുറത്ത് അവര്, അവരെന്ന് പറഞ്ഞാൽ ആർ, യു ദേവിയുടെ കൂടെ ആറാണ് വരിക. ഹി ഷീ ഇറ്റിന്റെ കൂടെ എസ്സും. ഓക്കെ, അപ്പൊ അവര് പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ, അത് ഒരുമിച്ച് ദേ ആർ എന്ന് പറയും. ദേ ആർ ടോക്ക് അല്ല, ടോക്കിംഗ്, ദേ ആർ ടോക്കിംഗ് ഔട്ട്സൈഡ്. ഇപ്പൊ സ്ട്രക്ചർ മനസ്സിലായോ? സബ്ജക്റ്റ്, അതിൻ്റെ ഒപ്പം ആം, ഇസ്, ആർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും. ഐ ആം, ഹി ഷീ ഇറ്റ് ഇസ്, യു ദേ വി ആർ. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ ING ഫോം. ഇതിലെ കോമൺ ആയിട്ടൊരു മിസ്റ്റേക്ക് ഷീ സ്റ്റഡിങ് എന്ന് പറയുന്ന. എന്താ ഇതിലെ മിസ്റ്റേക്ക്? ഷീ ഇസ് സ്റ്റഡിങ്, അവിടെ ഒരു എസ് മിസ്സായിപ്പോയി. അത് മിസ്സാക്കരുത്. ആകെ ഓർമ്മ ഉണ്ടാവുക വേർബിൻ്റെ കൂടെ ING ചേർക്കണം എന്നാ. മറ്റേ ഇസോ ആമോ ആറോ വരുന്നത് പലരും മറക്കും. അതുകൊണ്ട് അത് ഓർമ്മിപ്പിക്കുകയാണ്. ഷീ ഇസ് സ്റ്റഡിങ്, ദേ ആർ സ്റ്റഡിങ്, യു ആർ സ്റ്റഡിങ്, വി ആർ സ്റ്റഡിങ്, ഹി ഇസ് സ്റ്റഡിങ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം, വാട്ട് ആർ യു ഡൂയിങ്? എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? വാട്ട് ആർ യു ഡൂയിങ്? കണ്ടോ, ഈ സെൻറ്റൻസും പ്രസൻറ്റ് കണ്ടിന്യൂസിലെ സെൻറ്റൻസ് ആണ്. വാട്ട് ആർ യു ഡൂയിങ്? ചോദ്യം വരുമ്പം ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ആമോ എസ്സോ ആറോ, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം വേർബിൻ്റെ കൂടെ ING. നീ എന്തിനാ ചിരിക്കണേ എന്ന് പറയാം. എന്തുകൊണ്ടാ? റീസൺ അറിയണമെങ്കിൽ വൈ ആർ യു സ്മൈലിങ്? വൈ ആർ യു സ്മൈലിങ്? അപ്പോൾ ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ളത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എനിക്കറിയാം. അതിന് മുമ്പ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കണേ, ആ സമയത്താണ് ഞാൻ ചോദിക്കണം വിചാരിക്കുക. വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം പ്രസൻറ്റിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ല, അതിന് മുമ്പുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഉത്തരമായിട്ട് കോമൻറ്റിൽ ഇടുക. ഓക്കെ, ഐ ആം എന്നിട്ട് അതിടുക. എനിക്കറിയാം ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയെന്ന്, അതല്ല ഞാൻ ചോദിക്കണം. ഐ ആം വാച്ചിങ് ദ വീഡിയോ എന്ന് പറയണ്ട. അതിന് മുമ്പുള്ള കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് അതിന് ഉത്തരം പറയണം. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടെൻസാണ് പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും. ഇത് നമ്മൾ ചെയ്ത് തീർത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അത് ചെയ്തു കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലേ. എസ്പെഷ്യലി നമ്മൾ ഇന്നലെ ചെയ്തു, മിഞ്ഞാന്ന് ചെയ്തു, ആ സമയം കൂടെ പറയുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കേണ്ടത്. ഇത് സിമ്പിൾ പാസ്റ്റ്. ഞാൻ ബീച്ചിൽ പോയി ഇന്നലെ, എങ്ങനെ പറയും? അവിടെ ശ്രദ്ധിക്കേണ്ടത് പോവുക ഗോ ആണെങ്കിലും അതിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിക്കണം. ഐ വെൻറ്റ് ടു ദ ബീച്ച്, ഞാൻ മാർക്കറ്റ് എന്ന് പറയാൻ പറയുന്നത്. ഐ വെൻറ്റ് ടു ദ ബീച്ച് യെസ്റ്റർഡേ, ഇന്നലെ. ഐ വെൻറ്റ് ടു ദ ബീച്ച് യെസ്റ്റർഡേ. അപ്പോൾ അവിടെ എങ്ങനെയായി പോയി എന്ന് മനസ്സിലാക്കണേ? ആ ഗോയുടെ വെൻറ്റ് എന്നുള്ള ഫോം ഉപയോഗിച്ചു അല്ലേ. ഐ ഗോ ടു ദ ബീച്ച് അല്ല, ഐ വെൻറ്റ് പോയി. ഐ വെൻറ്റ് ടു ദ ബീച്ച് യെസ്റ്റർഡേ. അപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കൂ. അവളുടെ ഫ്രണ്ടിനെ കഴിഞ്ഞ ആഴ്ച കണ്ടു, എങ്ങനെ പറയും? ഷീ മെറ്റ് ഹെർ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. ഷീ മെറ്റ് ഹെർ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. ഫ്രണ്ടിനെ കാണുക, മീറ്റ് ചെയ്യുക. അപ്പോൾ കണ്ടു, പാസ്റ്റ് ടെൻസ് മെറ്റ്. ഷീ മെറ്റ് ഹെർ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക്. ഞങ്ങൾ ഒരു മൂവി കണ്ടു, എങ്ങനെ പറയും? വി കണ്ടു എന്ന് പറയാം, വാച്ച്. മൂവി കാണുന്നതിനെ വാച്ച് എ മൂവി എന്നാണ് പറയുക. വി വാച്ച്ഡ് എ മൂവി. ഇന്നലെ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ ചേർക്കാം, ഇത് വെറുതെ മൂവി കണ്ടു. വി വാച്ച്ഡ് എ മൂവി. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ കണ്ടോ? ഫസ്റ്റ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് പാസ്റ്റ് ഫോം, വേർബിൻ്റെ പാസ്റ്റ് ഫോം വേണം. ഓക്കെ, ഇതിൽ ഹിയോ ഷിയോ ഇറ്റോ അയ്യോ യുവോ ദയോ വിയോ ആണെങ്കിലോ ആര് വന്നാലും പാസ്റ്റ് ഫോം വേണം കേട്ടോ. എസ് ചേർക്കുന്ന പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി ഒരു കോമൺ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ സെൻറ്റൻസ് കണ്ടോ? ഡിഡ് യു വെൻറ്റ് ടു സ്കൂൾ? ഒരിക്കലും പറയരുത് അങ്ങനെ. ഡിഡ് വന്നു കഴിഞ്ഞാൽ വേർബിന് നിങ്ങൾ മാറ്റണ്ട. ഡിഡ് യു ഗോ ടു സ്കൂൾ, ഡിഡ് യു ഗോ ടു സ്കൂൾ. ഓക്കെ, മനസ്സിലായോ? ഡിഡ് യു വെൻറ്റ് എന്ന് പറയരുത്, ഡിഡ് യു ഗോ. ഉത്തരം പറയുമ്പോൾ ഐ വെൻറ്റ് ടു സ്കൂൾ എന്ന് പറയാം, അവിടെ ഡിഡ് ഇല്ലല്ലോ. പക്ഷെ ചോദ്യത്തിൽ ഡിഡ് വന്നുകൊണ്ട് നമ്മൾ ഗോനെ ഗോ ആക്കിയിട്ട് വെക്കുക, അതിൻ്റെ പാസ്റ്റ് ഫോം ആക്കരുത്. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് വീക്കെൻഡിൽ കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം
കോമെന്റിൽ എഴുതൂ. അപ്പോൾ ഇത് ഈ ടെൻസ് ക്ലിയർ ആവും. ഐ ഡിഡ് സംതിങ് എന്താണെന്ന് വെച്ചാൽ അത് പറയാം. ഓക്കെ, എഴുതുക. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേണ്ട ടെസ്റ്റ്. ഇപ്പം നമ്മൾ 3 ടെൻസ് പഠിച്ചു. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പിന്നെന്താ പഠിച്ചേ? സിമ്പിൾ പാസ്റ്റ്. 4ാമത്തെ പഠിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇതെന്ന് വെച്ചാൽ നമ്മളെ എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ തൊട്ടടുത്ത് നടന്ന എന്തെങ്കിലും സംഭവം അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുക. ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയി കണ്ടു, എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം, അല്ലെങ്കിൽ അത് തിന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് അല്ലേ. ഇതൊക്കെ തിന്നതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഒരു വലിയൊരു എന്താ പറയുക, ഡൂറിയാൻ എന്ന് പറഞ്ഞിട്ടൊരു പഴം കഴിച്ചു. അതൊരു പ്രത്യേക പഴമാണ്, ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. കഴിച്ചു എന്നൊക്കെ പറയണം, മലേഷ്യയിൽ പോയി അത് കഴിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ഈ ടെൻസാണ് യൂസ് ചെയ്യുക. സെൻറ്റൻസ് നോക്കാം. ഞാൻ പാരീസ് പോയിട്ടുണ്ട്. എങ്ങനെ പറയും? ഐ ഹാവ് വിസിറ്റഡ് പാരീസ്. ഐ ഹാവ് വിസിറ്റഡ് പാരീസ്. അവള് കഴിച്ചു കേട്ടോ. അവൾ കഴിച്ചു നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവള് അങ്ങനെ പറയില്ലേ, നമ്മൾ തൊട്ട് മുമ്പ് നടന്നാ. ഷീ ഹാസ് ഓൾറെഡി ഈറ്റൺ. അവൾ കഴിച്ചു കഴിഞ്ഞതാണ്. ഷീ ഹാസ് ഓൾറെഡി ഈറ്റൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ആ സെൻറ്റൻസ് സ്ട്രക്ചർ കണ്ടോ എങ്ങനെ വരുന്നേ? ഫസ്റ്റ് സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഹാസോ ഹാവോ. ഹാസ് എപ്പോഴാണ് വരിക? എസ് എപ്പോഴാണ് വരിക? ഹി ഷീറ്റിനൊപ്പം. അല്ലെങ്കിൽ അയ്യോ ദേവി വരുമ്പോൾ ഹാവ് മതി. നമ്മൾ രണ്ടും അല്ലാത്ത വേറെ സിംഗിളായ ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ എസ് ഉള്ള ഫോം വേണം, ഹാസ്. ഓക്കെ, ഷീ ഹാസ് ഓൾറെഡി ഈറ്റൺ. ഐ ഹാവ് ഓൾറെഡി ഈറ്റൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേർബ് കണ്ടോ? ഈറ്റല്ല, എയ്റ്റല്ല, ഈറ്റൺ. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. ആ ഫോമാണ്. അതിൻ്റെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർബ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കോമെന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കിയോക്കൂ. ഒന്ന് രണ്ടാണ് വായിക്കുമ്പോഴേക്കും അത് നമുക്ക് ക്ലിയർ ആവും കേട്ടോ. അതിനെക്കുറിച്ച് പേടിക്കണ്ട. അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി വരും. നമ്മളിങ്ങനെ ആലോചിച്ചെടുക്കേണ്ട വരില്ല. വേറൊരു സെൻസ് പറയാം. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പരസ്പരം അറിയാം. എങ്ങനെ പറയും? വി ഹാവ് നോൺ ഈച്ച് അതർ ഫോർ ഇയേഴ്സ്. പരസ്പരം ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഫോർ ഇയേഴ്സ്, വർഷങ്ങളായിട്ട്. വി ഹവ് നോൺ ഈച്ച് അതർ ഫോർ ഇയേഴ്സ്. അപ്പോൾ സ്ട്രക്ചർ മനസ്സിലായല്ലോ. സബ്ജക്റ്റ് ഹാസോ ഹാവോ. ഹാസ് ആരുടെ കൂടിയാ? നമ്മൾ രണ്ടുപേരും അല്ലാത്ത ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്. അല്ലാത്ത കേസിനൊക്കെ ഹാവ്. പിന്നെ V3 ഫോം വേണം വേർബിൻ്റെ. ഈ സെൻറ്റൻസിൽ എന്താ മിസ്റ്റേക്ക്? ഐ ഹാവ് വെൻറ്റ്. എന്താ മിസ്റ്റേക്ക്? ഹാവ് വന്നു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് സെൻറ്റൻസ്. അപ്പോൾ വേർബ് V3 വേണം. ഗോയുടെ V3 എന്താ? ഗോൺ. വെൻറ്റ് അല്ല, വെൻറ്റ് പാസ്റ്റ് ടെൻസാ. ഐ വെൻറ്റ്, അത് കുഴപ്പമില്ല. പക്ഷേ ഐ ഹാവ് ഗോൺ. ഓക്കെ, ഇപ്പം നമ്മൾ ആരെങ്കിലും ചോദിക്കുകയാണ്, എപ്പോഴേലും അത് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സെൻറ്റൻസുകളില്ലേ, അല്ലെങ്കിൽ എത്ര കാലമായിട്ട്, ഹൗ ലോങ് ഹാവ് യു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഈ ടെൻസിലാണ് ഉത്തരം പറയാം. ഹൗ ലോങ് ഹാവ് യു നോൺ ഈച്ച് അതർ. എത്ര കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം? ഹൗ ലോങ് ഹാവ് യു നോൺ ഈച്ച് അതർ. അല്ലെങ്കിൽ ദുബായിൽ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? ഹാവ് യു എവർ ബിൻ ടു ദുബായ്. ഇത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പോവുക എന്നുള്ളത് ഗോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ V3 ഗോൺ ആണ്. പക്ഷേ എവിടെയെങ്കിലും പോയിട്ടുള്ള എക്സ്പീരിയൻസ് പറയും നമ്മൾ ബീൻ എന്നുള്ള ആ ഫോമാണ് എപ്പോഴും ഉപയോഗിക്കുക. ഗോൺ അല്ല ഉപയോഗിക്കുക കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കാം. ഹാവ് യു ഗോൺ ടു ദുബായ് എന്ന് പറയരുത്. ഹാവ് യു ബിൻ ടു ദുബായ്. ഓക്കെ, എപ്പോഴെങ്കിലും എന്ന് പറയാൻ എവർ. ഹാവ് യു എവർ ബിൻ ടു ദുബായ്? യെസ്, ഐ ഹാവ് ബിൻ ടു ദുബായ്. ഉത്തരവും പ്രസന്റ് പെർഫെക്റ്റിൽ തന്നെ വരുന്നു. അപ്പം നിങ്ങൾക്കുള്ള ചോദ്യം, സെൻറ്റൻസ് ഉണ്ടാക്കണം. ഈ നമ്മൾ 5 ടെൻസുകളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ ഓരോ സെൻറ്റൻസ് വെച്ച് ഉണ്ടാക്കി നമുക്കത് ഒന്നുകൂടെ ഉറപ്പാവും, ഷുവർ ആവും അത് ഉപയോഗിക്കാൻ. അപ്പം ഞാൻ നിങ്ങൾക്കുള്ള ചോദ്യം ചോദിക്കാം. ഹാവ് യു എവർ ട്രൈഡ് സംതിങ് സ്ട്രേഞ്ച്? വിചിത്രമായ എന്തെങ്കിലും എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഐ ഹാവ്. എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് പറയാം. ഹാവ് യു എവർ ട്രൈഡ് സംതിങ് സ്ട്രേഞ്ച്? ഓക്കെ, അടുത്ത 5ാമത്തെ ടെൻസ് ഫ്യൂച്ചർ പറയാൻ വേണ്ടി വിൽ അല്ലെങ്കിൽ ഗോയിങ് ടു. ഇതെങ്ങനെ ഉപയോഗിക്കുക? നമുക്ക് വില്ല് ഉപയോഗിക്കാം നമ്മൾ പൊതുവെ പ്രെഡിക്റ്റ് ചെയ്യുമ്പം, പ്രവചിക്കുമ്പം. ഓക്കെ, അല്ലെങ്കിൽ ഡിസിഷൻ ചെയ്യുമ്പം, ഒരു ഡിസൈഡ് ചെയ്തു നമ്മളിങ്ങനെ, അപ്പോഴൊക്കെയാണ് നമ്മൾ വില്ല് ഉപയോഗിക്കാം. ഞാൻ നിന്നെ വിളിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാനൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ഐ വിൽ കോൾ യു ലേറ്റർ. ഞാൻ പിന്നീട് വിളിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ. അപ്പോൾ ആ സ്ട്രക്ചർ മനസ്സിലായോ? സബ്ജക്റ്റ് വിൽ, വേർബ് സിമ്പിൾ ഫോമിൽ. ഐ വിൽ കോൾ യു. കോൾസ് ഒന്നും വേണ്ട. വില്ല് വരുമ്പോൾ ഒന്നും പേടിക്കാനില്ല. വേർബ് ആരുടെ കേസിലും മാറ്റേണ്ട കാര്യമില്ല കേട്ടോ. പ്രസന്റ് പെർഫെക്റ്റിലും പാസ്റ്റിലും, സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ പ്രസന്റിലും പ്രസന്റ് കണ്ടിന്യൂസിലുമാണ് നമ്മൾ ഈ മാറ്റങ്ങൾ വരിക. ഓക്കെ, ഫ്യൂച്ചറിന് ഒരു പ്രശ്നമില്ല. ഐ വിൽ കോൾ യു. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഒരു ഡേറ്റിൽ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഗോയിങ് ടു വെച്ചിട്ട് പറയാം.
അപ്പം നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ അതേ രീതിയിലാണ് പറയാ. ഷീസ് ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ജോബ്. അവൾ പുതിയൊരു ജോലി തുടങ്ങാൻ പോവാ, ജോലിക്ക് ചേർന്നിട്ടുണ്ട്, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഷീസ് ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ജോബ്. അവിടെ ഷീ വിൽ സ്റ്റാർട്ട് എ ന്യൂ ജോബ് എന്ന് വെച്ചാൽ പ്രവചനായി. ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഷീസ് ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ജോബ്. നമ്മൾ നമ്മുടെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് കർക്കിടകമായി അല്ലേ, നാളെ മഴ പെയ്യും, നമ്മളങ്ങനെ പ്രവചിക്കുക. അപ്പോൾ ഇറ്റ് വിൽ റെയിൻ ടുമോറോ. നമ്മൾ എല്ലാ ഡാറ്റയൊക്കെ നോക്കിയിട്ട് മഴ പെയ്യാൻ പോവാണല്ലേ, അപ്പം ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. അപ്പം പ്രവചിക്കുമ്പോൾ നമ്മൾ വില്ലും, നമ്മൾ ഒരു എല്ലാം കൂടെ പരിശോധിച്ച് നമ്മൾ തീരുമാനത്തിലെത്തുക അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഗോയിങ് ടു ആണ് കൂടുതൽ ഉപയോഗിക്കുക കേട്ടോ. അത് ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു ഡോക്ടർ മറ്റേ സയൻറ്റിഫിക് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീയുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയാണ് ഉണ്ടാകാൻ പോണത്. എങ്ങനെ പറയും? യു ആർ ഗോയിങ് ടു ഹാവ് എ ബോയ്, അല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ഗിവ് ബർത്ത് ടു എ ബോയ് എന്നൊക്കെ പറയാം. ഇനി ഒരു സന്യാസി അത് കൂടെ വന്നു. ഇപ്പോൾ റിപ്പോർട്ടൊന്നും ഇല്ലല്ലോ സന്യാസിക്ക്. സന്യാസി ഇങ്ങനെ ത്രികാല ജ്ഞാനം കൊണ്ട് പറയാണ്, നിനക്കൊരു ആൺകുട്ടി ജനിക്കും. അപ്പം ഇങ്ങനെ പറയും, യു വിൽ ഗിവ് ബർത്ത് ടു എ ബോയ്. മനസ്സിലായോ? ആ വ്യത്യാസം മനസ്സിലായോ? അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ സ്ട്രക്ചർ ഒന്നുകൂടെ, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം, ഹി ഷീ ഇറ്റ് ആണെങ്കിൽ എസ്, യു ദേവി ആണെങ്കിൽ ആർ, അത് കഴിഞ്ഞിട്ട് ഗോയിങ് ടു, അത് കഴിഞ്ഞിട്ട് വേർബ് ബേസ് ഫോമിൽ. ഓക്കെ, ഗോയിങ് ടു ഈറ്റ്, ഗോയിങ് ടു റൺ, ഗോയിങ് ടു ഗിവ് ബർത്ത്. ഓക്കെ, ഇനി വില്ല് ഉപയോഗിക്കണമെങ്കിൽ സബ്ജക്റ്റ് ഏതാണെങ്കിലും അപ്പുറത്ത് വിൽ, അത് കഴിഞ്ഞിട്ട് ബേസ് ഫോം വേർബിൻ്റെ. ഇനി ഇതിൻ്റെ ഒരു കോമൺ മിസ്റ്റേക്ക് പറഞ്ഞുതരാം. ഷീ ഗോയിങ് ടു ട്രാവൽ. എന്താ പ്രശ്നം? ഷീ ഇസ് ഗോയിങ് ടു ട്രാവൽ. ആ ഇസ് വിട്ടുപോകും, നിങ്ങൾക്ക് വിട്ടുപോകുന്ന പലരെയും കണ്ടുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച എക്സാമ്പിളാണ്, വിട്ടുപോകരുത് കേട്ടോ. കണ്ടിന്യൂസ് ഫോമിൽ പറയുമ്പം ഷീ ഇസ് ഗോയിങ് ടു, ഐ ആം ഗോയിങ് ടു, ഹി ഈസ് ഗോയിങ് ടു, ദേ ആർ ഗോയിങ് ടു. ഓക്കെ, എന്നാ നിങ്ങൾക്കുള്ള ചോദ്യം, വാട്ട് വിൽ യു ഡു ദിസ് വീക്കെൻഡ്? ഈ വരാൻ പോണ വീക്കെൻഡ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോണത്? ഉത്തരം എഴുതണേ. അടുത്ത ചോദ്യം, ആർ യു ഗോയിങ് ടു വാച്ച് ദ മാച്ച്? കളിയുണ്ട് ടി വിയിൽ, കാണാൻ പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു വാച്ച് ദ മാച്ച്? ഉത്തരങ്ങൾ എഴുതുക. അപ്പോൾ ഈ 5 ടെൻസ് നമുക്ക് അത്യാവശ്യം വേണ്ട 5 കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഇത് മാത്രം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം ഈ എല്ലാ ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള. ഐ വർക്ക് ഫ്രം ഹോം. റൈറ്റ് നൗ ഐ എം റെക്കോർഡിംഗ് ദിസ് വീഡിയോ. ഐ സ്റ്റാർട്ടഡ് ഫിൽമിംഗ് ആൻ അവർ എഗോ. I've done over 600 lessons so far. And tomorrow I'll record another one. കണ്ടോ, സിമ്പിളായിട്ട് പറഞ്ഞത്. ഇത് മാതിരി നിങ്ങൾ നിങ്ങളുടെ ആയ കാര്യം പറയോ. അപ്പോൾ ആദ്യത്തത് സിമ്പിൾ പ്രസൻറ്റ്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം റെക്കോർഡിംഗ് ദിസ് വീഡിയോ ഇപ്പോൾ, റൈറ്റ് നൗ, അത് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഐ സ്റ്റാർട്ടഡ് ഫിൽമിംഗ് an hour ago. ഞാൻ എപ്പോഴാണ് തുടങ്ങിയത് റെക്കോർഡ് ചെയ്യുന്നത്? 1 മണിക്കൂർ മുമ്പ്. ഐ സ്റ്റാർട്ടഡ്, സിമ്പിൾ പാസ്റ്റ് അല്ലേ. ഐ സ്റ്റാർട്ടഡ് ഫിൽമിങ്. ഫിൽമിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സ്റ്റാർട്ടഡ് ഫിൽമിങ്, സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ്, ആ രീതിയിൽ നമ്മൾ പറയും. ഐ സ്റ്റാർട്ടഡ് ഫിൽമിങ് an hour ago. ഞാൻ 600ഓളം ലെസൺസ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ഹവ് ഡൺ, എൻ്റെ എക്സ്പീരിയൻസ് പറയാം, ഐ ഹവ് ഡൺ ഓവർ 600 ലെസൺസ് സോ ഫാർ, ഇതുവരെ. പ്രസന്റ് പെർഫെക്റ്റ്. നാളെ ആൻഡ് ടുമോറോ ഐ വിൽ റെക്കോർഡ് അനദർ വൺ. ഞാൻ ഒരെണ്ണം കൂടി റെക്കോർഡ് ചെയ്യും നാളെ. കണ്ടോ, സിമ്പിൾ ഫ്യൂച്ചർ വില്ല് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. 5 ടെൻസസ്, ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ്. അപ്പോൾ ഈ പാരഗ്രാഫ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ വെച്ചിട്ട് എഴുതി ഉണ്ടാക്കണം. ഉണ്ടാക്കുമോ? നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും ബേസിക്സും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു ഇംഗ്ലീഷ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. 90 ഡേ ഇംഗ്ലീഷ് കോഴ്സാണ്. ലൈവ് ക്ലാസ്സുകളില്ല. എൻ്റെ വെബ്സൈറ്റിലാണ് കോഴ്സ് കിട്ടുക. കുറേ കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് പഠിച്ചിറങ്ങിയ ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യാം. ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നതും കാര്യങ്ങളും, ട്രെയിനറൊക്കെ വേറെ ആരും ഇല്ല, ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഇമെയിൽ ഐ ഡി easyenglishwithvinny@gmail.com. ഇനി നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു ബേസിക് കോഴ്സ്, വീട്ടിലെ അമ്മമാർക്ക് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന് കുട്ടികളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ജനറലി ഒന്ന് പറയാൻ, വായിൽ വരാൻ വേണ്ടി ഒരു കോഴ്സ് വേണമെങ്കിൽ 30 ഡേ വാട്സപ്പ് കോഴ്സ് എടുക്കാം. അടിപൊളി കോഴ്സാണ്, നല്ല റിവ്യൂസ് കിട്ടിയ കോഴ്സാണ്. അത് 30 ഡേയ്സിൽ കാര്യം കഴിയും. അടുത്ത 30 ഡേയ്സ് പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള മെറ്റീരിയൽ ഞാൻ തരും. നല്ല അടിപൊളി കോഴ്സാണ്. കുറേ കുട്ടികൾക്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അത്ഭുതകരമായ മാറ്റം വരുത്തിയ കോഴ്സാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞുതരാം.
അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എത്തും നമ്മൾ? ഓൾറെഡി ഇപ്പോൾ തന്നെ എൻ്റെ സ്റ്റുഡൻസ് കുറേ കാലമായിട്ട് എൻ്റെ കൂടെയുള്ള ഈ യൂട്യൂബിലെ സ്റ്റുഡൻസ് ഒക്കെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോരോ ചോദ്യം പറയുമ്പോഴേക്കും അപ്പോൾ ഉത്തരങ്ങൾ നല്ല ക്ലിയർ ആയിട്ട്, ഗ്രാമറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇടാറുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് കാണുമ്പം. യൂട്യൂബ് കൊണ്ടും പഠിക്കാൻ പറ്റും. ഞാൻ കോഴ്സ് എടുക്കണം നിർബന്ധം പറയല്ല. യൂട്യൂബിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക. കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവില്ല, എന്തായാലും ഒരു കോഴ്സ് വേണമെന്ന്. അങ്ങനത്തെ ആൾക്കാർക്ക് എൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് ഇമെയിൽ അയച്ച് പറഞ്ഞുതരാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.